നമസ്കാരം, ടൈം മീഡിയയിലേക്ക് സ്വാഗതം. നമ്മൾ മലയാളികൾക്ക് സ്വന്തമായി ഒരു പിടി മണ്ണും അവിടെ ഒരു വീടും വലിയൊരു സ്വപ്നമാണ്. പക്ഷെ നമ്മുടെ വീടിന് മുകളിലേക്ക് അയൽവാസിയുടെ പറമ്പിൽ നിന്ന് ഒരു വലിയ മരം ഇങ്ങോട്ട് ചാഞ്ഞു നിന്നാലോ? മഴയത്തും കാറ്റത്തും നമ്മൾ പേടിച്ചു വിറച്ചു നിൽക്കേണ്ടി വരും. ഇലകൾ വീണ് മുറ്റം നിറയുന്നതും വേരുകൾ വന്ന് നമ്മുടെ മതിലിന് വിള്ളൽ വീഴ്ത്തുന്നതുമൊക്കെ നിത്യസംഭവമാണ്. പ്രത്യേകിച്ച് അധികം സ്ഥലസൗകര്യമൊന്നുമില്ലാത്ത ടൗണിൽ അങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ ജീവിക്കുന്നവർക്ക്. പണ്ട് കാലത്തുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സ്വർണം കായ്ക്കുന്ന മരമാണെങ്കിലും വീടിന് മുകളിലേക്ക് ചാഞ്ഞാൽ അത് വെട്ടിക്കളഞ്ഞേക്കണമെന്ന്. പക്ഷേ ഇതൊന്ന് വെട്ടിമാറ്റാൻ അയൽവാസികളോടൊന്ന് പറഞ്ഞു നോക്കിയാലോ? മിക്കവാറും വലിയ വഴക്കിലായിരിക്കും ആ പറച്ചിൽ അവസാനിക്കുക. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളിൽ ഇന്ത്യയിലെ നിയമം പൂർണ്ണമായും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. 2025-ലും 2026-ലും വന്ന നിയമ ഭേദഗതികളും കോടതി വിധികളും അറിഞ്ഞാൽ നിങ്ങൾ ശരിക്കും ഞെട്ടിപ്പോവും. നീതിപീഠത്തിന് നിങ്ങൾ മനസ്സാ നന്ദി പറയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. തീർച്ചയായും നിങ്ങൾക്ക് ഇതിൽ നിന്ന് പലതും അറിയാനുണ്ടാവും. അപ്പോൾ നിങ്ങളിൽ പലരുടെയും ആദ്യത്തെ സംശയം ഇതാണ്: എൻ്റെ പറമ്പിലേക്ക് നിൽക്കുന്ന അയൽവാസിയുടെ മരച്ചില്ലകൾ വെട്ടാൻ എനിക്ക് അയാളുടെ അനുവാദം മേടിക്കേണ്ട കാര്യമുണ്ടോ? ഉത്തരം: വേണ്ട, ഒരനുവാദവും വേണ്ട. ഇന്ത്യൻ ഈസ്റ്റ്മെന്റ് ആക്ട് പ്രകാരം നിങ്ങളുടെ അതിർത്തിയിലേക്ക് കടന്ന് നിൽക്കുന്ന ചില്ലകളും വേരുകളും വെട്ടിമാറ്റാൻ നിങ്ങൾക്ക് പരിപൂർണമായ അവകാശമുണ്ട്. ഇതിനായി അയൽവാസിയോട് കെഞ്ചി ചോദിക്കേണ്ട യാതൊരു ആവശ്യവും നിങ്ങൾക്കില്ല. നിയമത്തിന്റെ കണ്ണിൽ ഇതിനെ ട്രസ്പാസ് അഥവാ അതിക്രമം എന്നല്ല, മറിച്ച് അതൊരു ന്യൂസൻസ്, ഉപദ്രവമായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷെ ഒരു ചെറിയ കണ്ടീഷൻ ഉണ്ട് കേട്ടോ. സ്വന്തം പറമ്പിൽ നിന്നുകൊണ്ട് അതിർത്തി വരെയുള്ള ഭാഗം മാത്രമേ നിങ്ങൾ വെട്ടാൻ പാടുള്ളൂ. അയൽവാസിയുടെ പറമ്പിലേക്ക് അതിക്രമിച്ചു കയറാനോ ആ മരത്തെ പൂർണ്ണമായി അങ്ങ് ഇല്ലാതാക്കാനോ നശിപ്പിക്കാനോ പാടില്ല. ഉടമസ്ഥൻ നിങ്ങളുടെ മുട്ടുകാൽ തല്ലിയൊടിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇങ്ങനെ അതിക്രമിച്ചു കയറിയിട്ട് ടൈം മീഡിയയുടെ വീഡിയോ കണ്ടിട്ടാണ് ഞാനിത് ചെയ്തതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് യാതൊരുവിധ ഉത്തരവാദിത്വവും ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നതുമല്ല. പറഞ്ഞതുപോലെ ചെയ്യാവൂ. പലരും പറയുന്ന ഒരു മാസ് ഡയലോഗ് ഉണ്ട്: ഈ മരം ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് 50 വർഷമായി. എൻ്റെ അപ്പൻ്റെ അപ്പൻ ആ കാലം മുതലേ ഉള്ളതായത്, അതുകൊണ്ട് നിങ്ങൾക്കിത് വെട്ടാൻ അധികാരമില്ലെന്ന്. ഇത് ശുദ്ധ അസംബന്ധമാണ് കേട്ടോ. വർഷങ്ങൾ അത്ര കഴിഞ്ഞാലും നിങ്ങൾക്ക് ശല്യമുണ്ടാക്കുന്ന മരച്ചില്ലകളുടെ മേൽ ആർക്കും ഒരവകാശവും ഉന്നയിക്കാൻ കഴിയില്ല എന്ന് കേരള ഹൈക്കോടതി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട്. ചെറിയ ചെറിയ ചില്ലകളുടെ കാര്യം നമ്മൾ പറഞ്ഞു വെച്ചു. പക്ഷെ വലിയൊരു മരം നിങ്ങളുടെ വീടിന് മുകളിലേക്ക് വീഴാൻ പാകത്തിൽ ആശങ്കയിൽ ഇങ്ങനെ നിന്നാലോ? അപ്പോൾ നിങ്ങൾ നേരെ പോകേണ്ടത് നിങ്ങളുടെ ഗ്രാമപഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ ആണ്. ഇവിടെയാണ് 2025-ൽ വന്ന ഏറ്റവും വലിയ നിയമ ഭേദഗതി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. മുൻപൊക്കെ അപകടകരമായ മരം മുറിക്കാൻ പഞ്ചായത്ത് കമ്മിറ്റി കൂടി തീരുമാനമെടുക്കണമായിരുന്നു. ഇതിനൊക്കെ വലിയ കാലതാമസവും എടുക്കുമായിരുന്നു. എന്നാൽ 2025-ലെ പുതിയ ഭേദഗതി പ്രകാരം പെട്ടെന്നൊരു അപകടം ഒഴിവാക്കാൻ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നേരിട്ട് തന്നെ മരം മുറിക്കാൻ ഉത്തരവിടാം. നോട്ടീസ് കൊടുക്കാൻ പോലും കാത്തു നിൽക്കേണ്ട ആവശ്യമില്ലെന്നാണ് പറയുന്നത്. ഇനി അയൽവാസിയുടെ മരത്തിന്റെ ഇല വീണ് നിങ്ങളുടെ കിണറ്റിലെ വെള്ളം മോശമായാലും സെക്രട്ടറിക്ക് സ്വമേധയാ നടപടിയെടുക്കാം. നിങ്ങൾ പരാതി പലവട്ടം നൽകിയിട്ടും അധികാരികൾ അനങ്ങിയില്ലെങ്കിലോ? പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? 2026 ഫെബ്രുവരിയിൽ കൊച്ചിയിൽ നടന്ന സംഭവം പറയാം. CJ മാത്യൂസ് എന്ന 92 വയസ്സുകാരനായ ഒരു പാവം അപ്പൂപ്പൻ തന്റെ വീടിന് മുകളിലേക്ക് ചാഞ്ഞു നിന്ന മരം മുറിക്കാൻ ഓഫീസുകൾ കയറി ഇറങ്ങിയത് 9 വർഷങ്ങളാണ്. ഒടുവിൽ ഹൈക്കോടതി ഇടപെടുകയും കൊച്ചി കോർപ്പറേഷനെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. ഒരു മരം അപകടകരമാണെങ്കിൽ ഉടമസ്ഥാവകാശ തർക്കങ്ങളുടെ പേരും പറഞ്ഞ് നടപടി വൈകിപ്പിക്കാൻ ഉദ്യോഗസ്ഥർക്ക് കഴിയില്ലെന്ന് കോടതി താക്കീത് നൽകിയിട്ടുമുണ്ട്. വളരെ പെട്ടെന്ന് വീഴാൻ സാധ്യതയുള്ളൊരു മരമാണ്, അല്ലെങ്കിൽ അത് പൊതുവഴിയിലേക്കാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നേരെ RDOയെ, സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റായ RDOയെ സമീപിക്കാം. 2024-ൽ വന്ന പുതിയ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത പ്രകാരം, അതിലെ 152-ാം വകുപ്പ് പ്രകാരം, ഇത് പഴയ CRPC 133 ഇതൊരു പൊതുശല്യമായി, പബ്ലിക് നോയ്സൻസായി കണക്കാക്കി ഉടൻ തന്നെ മരം മുറിച്ചു മാറ്റാൻ മജിസ്ട്രേറ്റിന് നേരിട്ട് ഉത്തരവിടാം. ഈ ഉത്തരവിനെതിരെ ഒരു സിവിൽ കോടതിക്കും സ്റ്റേ കൊണ്ടുവരുവാൻ കഴിയില്ല എന്നതാണ് ഇതിലെ ഏറ്റവും വലിയൊരു പവർ. എല്ലാ പരാതികളും കൊടുത്തു നോക്കിയിട്ടും ആരും അനങ്ങിയില്ല. അവസാനം ആ മരം നിങ്ങളുടെ വീടിനോ കാറിനോ മുകളിലേക്ക് വീണു എന്നൊന്ന് കരുതുക. അപ്പോൾ ആരാണ് നിങ്ങൾക്ക് നഷ്ടപരിഹാരം തരേണ്ടത്? മരം ദ്രവിച്ചതാണെന്നും വീഴാൻ സാധ്യതയുണ്ടെന്നും നിങ്ങൾ നേരത്തെ അറിയിച്ചിട്ടും അയൽവാസി ഒന്നും ചെയ്തില്ലെങ്കിൽ അയാൾ പൂർണ്ണ നഷ്ടപരിഹാരം നൽകാൻ ബാധ്യസ്ഥനാണ്. ഇതിനെ നിയമത്തിൽ അനാസ്ഥ, നെഗ്ലിജൻസ് എന്ന് പറയും. എന്നാൽ നല്ല ആരോഗ്യമുള്ള ഒരു മരം വലിയ കൊടുങ്കാറ്റിലോ ഇടിമിന്നലേറ്റോ ആണ് വീഴുന്നതെങ്കിൽ അത് പ്രകൃതിക്ഷോഭമായിട്ടാണ് കണക്കാക്കുക. അവിടെ ഉടമസ്ഥന് ബാധ്യതയില്ല. ഇനി നിങ്ങൾ സ്വന്തം പറമ്പിലെ മരം മുറിക്കാൻ പോവുകയാണെങ്കിൽ അറിയേണ്ട ചില അപ്ഡേറ്റുകൾ കൂടി പറയാം. ചന്ദനമരം കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? ചന്ദനമരം മുറിക്കാൻ ഇനി എളുപ്പമാണ്.
2026 പുതിയ നിയമപ്രകാരം സ്വന്തം പറമ്പിലെ ചന്ദനമരം മുറിച്ചു വിൽക്കാൻ ഇപ്പോൾ സർക്കാരിന്റെ കർശന നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് വനം വകുപ്പ് വഴി ഇത് നേരിട്ട് വിൽക്കാൻ കഴിയും. തദ്ദേശ സ്ഥാപനങ്ങളിലെ പരാതികൾ സ്മാർട്ട് പോർട്ടൽ വഴിയോ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ 8078066060 എന്ന വാട്സപ്പ് നമ്പറിലേക്കോ ചിത്രങ്ങൾ സഹിതം നിങ്ങൾക്ക് അയക്കാവുന്നതുമാണ്. അപ്പോൾ കാര്യങ്ങൾ സിമ്പിളാണ്. അയൽവാസിയുമായി നല്ല രീതിയിലൊന്ന് സംസാരിക്കുക. അത് നടന്നില്ലെങ്കിൽ ഒരു വക്കീൽ നോട്ടീസ് അയക്കുക. നിങ്ങളുടെ അതിർത്തിയിലുള്ള ചെറിയ ചില്ലകൾ നിങ്ങൾക്ക് തന്നെ വെട്ടിമാറ്റാം. വലിയ അപകടമാണെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിക്കോ അത് സ്മാർട്ട് വഴി നിങ്ങൾക്ക് പരാതി നൽകാം. അല്ലെങ്കിൽ RDOയ്ക്കോ ഉടൻ പരാതി നൽകുക. ഉദ്യോഗസ്ഥർ അനങ്ങിയില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒട്ടും മടിക്കരുത്. അയൽവാസികൾ തമ്മിൽ എപ്പോഴും സ്നേഹത്തോടെയും സമാധാനത്തോടെയും പോകുന്നതാണ് ഏറ്റവും നല്ലത്. എങ്കിലും നിങ്ങളുടെ സ്വത്തിനും ജീവനും ഭീഷണി ഉണ്ടാകുമ്പോൾ നിയമം എന്താണെന്ന് അറിഞ്ഞിരിക്കേണ്ടത് ഒരു അത്യാവശ്യ കാര്യമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു നല്ല ഇൻഫർമേഷൻ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി, നമസ്കാരം.